ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായില്ലേ മക്കളിൽ നിന്ന് വീഡിയോയിൽ കാണിക്കത്ത്. മക്കൾ നെല്ലിയാമ്പതിലായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് അത്, ഇന്നലത്തെ വീഡിയോ. അപ്പോൾ ഇന്നലെ വന്ന പാടെ റിനിമോളുടെ പല്ലൊക്കെ ഇളകേണ്ടതെന്ന് റിനിക്കുട്ടി കാണിച്ചു തരാണ്. ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. കാരണം കുട്ടികളെ കാണാണ്ട് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും ദിവസമൊന്നും മക്കളെ കാണാണ്ട് അങ്ങനെ വിട്ട് നിന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വീട്ടിലൊറ്റയ്ക്കാക്കിയിട്ട് പോകാനുള്ളൊരു പേടി കൊണ്ടൊക്കെയാണ് അങ്ങനെ നെല്ലിയാമ്പതിക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ വരുമ്പോൾ അങ്ങനെ പാഷൻ ഫ്രൂട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നാളെ ജ്യൂസ് അടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു വെച്ചു. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ നിന്ന് അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു. പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തിരി നേരം വൈകിട്ടൊക്കെയാണ് അണിച്ച പാട് പിന്നെ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരിയൊന്നും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു 3 വിസിലൊക്കെ ഞാൻ ഇട്ട് നോക്കിയിട്ടാണ്. പക്ഷേ വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇടികല്ലിൻ്റെ ആ ഒരു കുഴവ എടുത്തിട്ട് നല്ലോണം ഒന്ന് ഇടിച്ചു. ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയും പച്ചമുളക് കൂടിയിട്ട് നന്നായി ഒന്ന് വേവിച്ചിട്ട് ഒരു സാലനി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഉരുളക്കിഴങ്ങ് കറി പൂരിക്ക് നല്ല ടേസ്റ്റ് അല്ലേ, അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വെച്ചു. തേങ്ങ അരയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വലിയ ജീരകം കൂടി ഇട്ടിട്ട് അരച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഈ തേങ്ങ പോലും ഉമ്മ അവിടെ നിന്ന് ചിരകിയത് ബാക്കി ഉണ്ടായിരുന്നു എടുത്തിട്ട് വന്നാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാമല്ലോ, അവിടെ വെറുതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇത് അമ്യൂസിൻ്റെ ഒരു ഷൂട്ടാണ്. അമ്യൂസ് സ്വിച്ച് ഇടുന്ന ഒരു വീഡിയോ ഒക്കെ അമ്യൂസ് എടുത്തതാണ്. പിന്നെ അമ്യൂസ് ഞാൻ അരയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്യൂസ് എടുത്തു. അങ്ങനെ അവൾ തേങ്ങയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അപ്പോഴത്തേനും പോയിട്ട് മാവൊക്കെ കുഴച്ചെടുത്തു. അപ്പോൾ അമ്യൂസ് വിളിച്ച് പറഞ്ഞിട്ടുമ്മ അതിന് മേലെ കൂടിയൊക്കെ വരണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നതൊക്കെ ഓഫാക്കി. പിന്നെ പൂരിക്ക് വേണ്ടിയിട്ട് പാത്രമൊക്കെ വെച്ചു. തീ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ എണിച്ച് വന്ന പാടെ സമയമായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉമ്മ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ അടുക്കളയിൽ കയറിയതാണ്. അങ്ങനെ കറി അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും പിന്നെ പൂരിയും കൂടി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പ്രസ്സൊന്നുമില്ല. ഞാൻ ചപ്പാത്തി പരത്തണ ആ ഒരു പലകി വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുക്കാറ്. ഞാൻ മാവൊക്കെ കുഴച്ചിട്ട് കറിക്കുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേനും അമ്യൂസ് അതിൽ പൂവൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോളൊക്കെ ഇട്ട് പൂവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്യൂസിന് പിന്നെ ചപ്പാത്തി പൂരി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കളിക്കാനായിട്ടാണ് കേട്ടോ കൂടുതലും. റിനിമോളാണെങ്കിലും ഇങ്ങനെ നമ്മൾ ഉണ്ടയൊക്കെ ഇങ്ങനെ ഇട്ട് വയ്ക്കുമ്പോഴത്തേനും ഓരോ ഉണ്ടയൊക്കെ കാണാനുണ്ടാകും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ രൂപങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഞാൻ മാവൊക്കെ അങ്ങനെ എടുത്തു. അപ്പം അമ്യൂസ് ഞാൻ പരത്തമ്മാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരി, ഞാൻ 2 പരത്തി എടുക്കട്ടെ, എന്നിട്ട് ഞാൻ പരത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ പരത്തിയെടുത്തു. അപ്പോൾ ഒരു പ്രസ് അത്യാവശ്യമാണ്. ഞാനിത് പരത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മനോട് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഒരു പ്രസ് വാങ്ങിക്കണമ്മ. കാരണം പെട്ടെന്ന് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലൊക്കെ ഇങ്ങനെ പരത്തൽ എന്നൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞില്ലേ അമ്യൂസ് ഒരു ഉണ്ടയൊക്കെ എടുത്തിട്ട് ഞാൻ പാനിപൂരി ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അമ്യൂസ് ഉണ്ടയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഈ സമയത്തൊന്നും റിനിമോൾ എണിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ഉറക്കമായിരുന്നു റിനിമോൾ. പിന്നെ വിളിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് കഴിക്കുന്ന സമയത്തൊക്കെ. ആ സമയത്തൊന്നും റിനിമോൾ എണിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ പൂരിയൊക്കെ ഓരോന്നായിട്ട് പരത്തിയെടുത്തിട്ട് ഇങ്ങനെ ചുട്ടുകൊണ്ടിരുന്നു. മൈദ കയ്യിലുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ ഗോതമ്പ് മാവ് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഗോതമ്പ് മാവ് കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂരിയും കിഴങ്ങറിയും ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അമ്യൂസ് ഞാൻ പരത്താമെന്ന് പറഞ്ഞിട്ട് അമ്യൂസ് ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞു ഞാൻ ചുടാൻ നീ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പാത്രങ്ങൾ കഴുകാനും പിന്നെ റിൻകുട്ടി എണിച്ചു. പിന്നെ റിൻകുട്ടിനെ പല്ലേപ്പിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ചധികം പണിയുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് കുറച്ച് ക്ലീനിങ് ഒക്കെ കൂടുതൽ ചെയ്യണമെന്ന് വെച്ചു. കാരണം മഴയൊക്കെ ആയത് കാരണം കൊണ്ട് തന്നെ അധികം തുണികളൊന്നും ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വെയിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ തുണികളൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അമ്യൂസിൻ്റെ പൂരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം ഇനി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് പുറത്തേക്ക് പോയി നോക്കിയതാണ്. ഉപ്പ് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കച്ചറയൊക്കെ ഒന്ന് നല്ലോണം വീശിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച നിന്ന് പെയ്ത മഴയിൽ ചെടികളൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ടായിരുന്നു. ഉപ്പ വന്നപ്പോഴായിരുന്നു എല്ലാം ഒന്ന് വൃത്തിയാക്കിയത്. എനിക്കും സമയമൊന്നും ഉണ്ടാകാറില്ലല്ലോ. അത് കാരണം കൊണ്ട് ഉപ്പ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വീട് ഇങ്ങനെ കയറുന്നുണ്ട്. ചെറുതായിട്ടൊരു വീട് കയറ്റാനുള്ള പ്ലാനാണ് തോന്നുന്നു. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ല ഇങ്ങനെ ഒരു വീടൊക്കെ ആകുക എന്നുള്ളത്. അപ്പോൾ ഒരു ചെറുതായിട്ട് തൽക്കാലം താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീടാക്കുകയാണ്, ഒരു ബാത്റൂമും അങ്ങനെ കെട്ടുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് നോക്കുന്ന സമയത്ത് ഇത്രത്തോളം ആയിട്ടുണ്ട്. ഏതൊരു മനുഷ്യൻ്റെ ആഗ്രഹമാണല്ലോ സ്വന്തമായിട്ടൊരു വീട്. നമുക്കും വേണം സ്വന്തമായിട്ടൊരു വീടൊക്കെ. ഇൻഷാ അല്ലാഹ് പടച്ചോനെ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. അപ്പോൾ അമ്യൂസിൻ്റെ പൂരിയൊക്കെ ഇതാ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പാനിപൂരി ആകുമെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ പാനിപൂരി ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. നല്ലോണം പേപ്പർ പോലെ പരത്തിയത് കാരണം കൊണ്ട് അതിങ്ങനെ പപ്പടം പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്യൂസ് പറയുന്നുണ്ടായിരുന്നു അയ്യോ ഇത് പാനിപൂരി ആയില്ലല്ലോ എന്നൊക്കെ. 2 എണ്ണമാണ് അമ്യൂസ് ഉണ്ടാക്കിയത്. ഒന്ന് അമ്യൂസിനും ഒന്ന് റീനുവിനും വേണ്ടിയിട്ട് പരത്തിയൊക്കെ തന്നത്.
പിന്നെ ഞാനതൊക്കെ ചുട്ടു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ കുറേ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിനിടയ്ക്ക് എനിക്ക് ഉപ്പ മീനൊക്കെ കഴുകി തന്നിട്ടുണ്ടായിരുന്നു. തട്ടിയടിക്കലും പിന്നെ കുട്ടികളുടെ പഴയ നോട്ട് ബുക്കുകളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കലും തുണികൾ ഉണക്കലും അങ്ങനെ ഫുൾ ബിസി ആയിരുന്നു. ഉച്ചയായപ്പോൾ നല്ല ദാഹമൊക്കെ ആയി. അപ്പോൾ പിന്നെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്യൂസും അനിയനും കൂടിയിട്ട് പാഷൻ ഫ്രൂട്ടൊക്കെ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പുളിയും നല്ല മധുരവും ഒക്കെ ആയിട്ട് ഒരു അടിപൊളിയായിരുന്നു. നെല്ലിയാമ്പതിയിൽ മിക്കവാറും വീടുകളിലും ഇങ്ങനെ ഈ പാഷൻ ഫ്രൂട്ട് ഉണ്ടാകും. നമ്മൾ നേരത്തേക്ക് അത് സ്ക്വാഷ് ആക്കിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആരെങ്കിലും പെട്ടെന്ന് വരുന്ന സമയത്ത് ആ സ്ക്വാഷ് കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ അതിൽ മധുരവും കൂടി ഇട്ടിട്ട് അങ്ങനെ കലക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ തൊടിയിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാങ്ങ മരത്തിൽ ഇങ്ങനെ ചുറ്റി നിൽക്കുമായിരുന്നു. പിന്നെ മാങ്ങ മരം വെട്ടിക്കളഞ്ഞപ്പോൾ പിന്നെ ആ വള്ളിയൊക്കെ പോയി. ഒരു വള്ളി ഉണ്ടെങ്കിൽ പാഷൻ ഫ്രൂട്ടിന് ക്ഷാമമേ ഉണ്ടാകില്ല. ഇതിങ്ങനെ പഞ്ചസാര ഇട്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ ജ്യൂസ് കലക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പാഷൻ ഫ്രൂട്ട് ജ്യൂസൊക്കെ റെഡിയായി ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ കുടിച്ചു. നല്ലൊരു കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. കളർഫുൾ മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുളിയും മധുരവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അത് കഴിഞ്ഞ് മീനൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ കറിക്കുള്ളതും മീൻ വറുക്കാനുള്ളതൊക്കെ ഇങ്ങനെ മാറ്റി. മീനിൽ ഒരുപാട് മുട്ടയുണ്ടായിരുന്നു, മീൻ മുട്ട. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അമ്യൂസ് റിനിമോൾക്കും ഭയങ്കര ഇഷ്ടമാണത്. എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് അത് വറുത്തിട്ടുണ്ടായിരുന്നില്ല. മീൻ വറുത്തതും മീൻ കറിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ അതൊക്കെ മാറ്റി കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിന്നെ കറിയൊക്കെ ഒന്ന് അനിയനായിരുന്നു കേട്ടോ വെച്ചത്. അവനിങ്ങനെ കറിയൊക്കെ തേങ്ങ അരയ്ക്കാണ്ട് സവാളയും തക്കാളിയും ഒക്കെ വതക്കിയിട്ട് അരച്ചിട്ടൊക്കെ ഞാൻ വെക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ വെച്ചു. അപ്പോൾ ആ ഒരു പണി ഒഴിവായി കിട്ടി. പിന്നെ മീനൊക്കെ മാറ്റിയതിന് ശേഷം മുട്ടയൊന്ന് മസാല കൂട്ടി വെച്ചു. മീനിൻ്റെ മുട്ട ഉപ്പും മുളകും കുരുമുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ മീനിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വീണ്ടും ഉണ്ടാക്കാനൊന്നും നിന്നില്ല. അങ്ങനെ മീനിൻ്റെ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ഒക്കെ കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് മീനിൻ്റെ മുട്ടയും ഒന്ന് മാറ്റി വെച്ചു. അമ്നൂസ് റിനു അപ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് വറുത്ത് തരണം എന്നൊക്കെ. ഞാൻ വറുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ആ സമയമായപ്പോൾ വറുത്ത് കൊടുത്തില്ല കേട്ടോ. മീൻ നിറയെ ഉണ്ടായിരുന്നു വറുക്കാൻ. അപ്പോൾ ഞാൻ വൈകുന്നേരം വറുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ മാറ്റി വെച്ചു. മീൻ മുട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. മീൻ കഴുകുന്ന സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. മക്കളാണെങ്കിലും മീനിൻ്റെ മുട്ടയുണ്ടോ ചോദിച്ചിട്ട്. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് മീൻ കറിയും പിന്നെ മീൻ വറുത്തതും ചോറും അങ്ങനെ കൂടിയിട്ട് കഴിച്ച് പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടി നല്ലോണം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം പിന്നെ എന്താണ് ചായയൊക്കെ കുടിക്കലും ഒക്കെയായി. അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു ചായ ഒഴിക്കുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെയെന്ന്. അങ്ങനെ ചായ ഒഴിക്കുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഉരുളക്കിഴങ്ങ് ചിപ്സ് ഉണ്ടായിരുന്നത് കൂടിയിട്ട് ചായ കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.